നമുക്കൊരു ലീഗൽ നോട്ടീസ് നമുക്ക് വന്നു, ഇതിനൊരു റിപ്ലൈ കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വക്കീലിന്റെ ടൈം എടുത്ത് അയാളെ കാത്തു നിന്ന് അയാളുടെ ഒരു സിറ്റിങ്ങിനുള്ള ചാർജ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി നേരെ ആ ലീഗൽ ഡോക്യുമെന്റ് AIക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മുൻകാല വിധികൾ എങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വരെ നമുക്ക് ഹൈ ക്വാളിറ്റി ഒപ്പീനിയൻ തരാൻ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഒന്ന്, നമുക്ക് സ്പോട്ടിൽ സാധനം കിട്ടും. രണ്ട്, ചീപ്പർ, ആൾമോസ്റ്റ് നിയർ സീറോ കോസ്റ്റിൽ നമുക്ക് ആ സർവീസ് കിട്ടുകയാണ്. ഇത് ഒരു ലീഗൽ ഒപ്പീനിയന്റെ കാര്യത്തിൽ. ഇതേ കാര്യം നിങ്ങൾക്ക് മെഡിക്കൽ ഒപ്പീനിയനിൽ കിട്ടും. ഇതേ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഏത് ഇന്റലിജൻസ് വർക്കിലും കിട്ടും. ഇന്റലിജൻസ് വർക്ക് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ് യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെ കൂടി യന്ത്രങ്ങൾ ഒരു പരിധി വരേക്കും അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മോശം കാലമാകുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സിസ്റ്റംസിന് മാറ്റം ഉണ്ടാവും. അതിന്റെ അർത്ഥം ലോകം മോശമാകും എന്നുള്ളതല്ല. നമ്മൾ ഇത്രയും കാലം പരിചയപ്പെട്ടിരുന്ന സിസ്റ്റംസ് ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ പേരിൽ ലോകം മോശമാകാൻ പോകുന്നില്ല. പകരം ഇത്തരം ടൂളുകളെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് പുതിയ ജോലികൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഓരോ വ്യക്തിയുടെയും പ്രൊഡക്ടിവിറ്റി 10x ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ JCBയുടെ ഒക്കെ എക്സാമ്പിളാണ്. നമുക്ക് ഒരു മനുഷ്യന് ഒരു കുഴി ഒഴിക്കാൻ പറഞ്ഞാൽ അയാൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കുഴിച്ചാലും ഒരു 5 അടിയോ 10 അടിയോ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്ക് കുഴിക്കാൻ പറ്റില്ല. പക്ഷേ JCB വന്നിട്ട് ഒറ്റ മാന്തിയാൽ അപ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ബൂം ഉണ്ടായില്ലേ JCB ഒക്കെ വന്നപ്പോൾ. അത് മസിലിനെയാണ്, നമ്മൾ മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ലേബറുകൾക്കാണ് ആ ഡിഫറൻസ് വന്നത്. ശരിക്കും ഇതേ മാറ്റം ഇൻ്റലിജൻസ് ലേബറിലും ഇന്നുണ്ട്. പക്ഷേ ഇത് എത്ര ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇപ്പോൾ നമ്മൾ മുൻപ് പൈസ കൊടുത്ത് നേടിയെടുത്തിരുന്ന പല വർക്കുകളും ഇന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടന്റ് എഴുതാനോ കോപ്പിറൈറ്റ് ചെയ്യാനോ എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ എല്ലാ മേഖലയിലും ഇന്റലിജൻസ് ഡിസ്റപ്ഷൻ എന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒൺലി തിങ് നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ.